ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ എ പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാതെ സിപിഐഎം ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനമെടുത്തത്. സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പത്മകുമാറിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. കടുത്ത നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നെങ്കിലും പാർട്ടി നടപടി സസ്പെൻഷനിലൊതുക്കി. ഏറ്റവും കടുത്ത നടപടി ഇപ്പോൾ എടുത്താൽ കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ ഇല്ലെങ്കിൽ നടപടി തിരുത്താൻ കഴിയില്ലെന്ന് പാർട്ടി കമ്മിറ്റി വിലയിരുത്തി. മറിച്ചാണെങ്കിൽ സസ്പെൻഷൻ നടപടി പുറത്താക്കലിലേക്ക് കടക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അറിയിച്ചു. ഇതിപ്പോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ കുറ്റപത്രത്തിലെ കണ്ടെത്തലുകളടക്കം പാർട്ടി വിശദീകരണം ആവശ്യപ്പെടും. അതുമാത്രമല്ല, പാർട്ടി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും വിശദീകരണം ആവശ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ വിധിയൊന്നും കാത്തു നിൽക്കുന്നില്ല, പാർട്ടിക്ക് തീരുമാനമെടുക്കും. SITയുടെ റിപ്പോർട്ടിന്റെ കൂടി പരിശോധന അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള വിശദമായ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കുറിപ്പ് നൽകാം. പത്മകുമാറിന്റെ ആത്മകഥാ വിവാദത്തിൽ പാർട്ടിക്ക് ഒരു സമ്മർദ്ദവുമില്ലെന്നും നടപടിയെ ഒരു തരത്തിലും ഇത് സ്വാധീനിച്ചില്ലെന്നും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞു. നടപടിയെടുക്കാൻ വൈകിയില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വിശദീകരണ നോട്ടീസ് നൽകി. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു. പത്മകുമാറിന്റെ ആത്മകഥ ബെസ്റ്റ് സെല്ലറായി മാറട്ടെ എന്നും ജില്ലാ സെക്രട്ടറി. പത്മകുമാറിനെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിരുന്നു. അത് തന്നെ ഒരു നടപടിയാണ്. നമ്മളൊരു നടപടി എടുക്കാൻ ഒട്ടും വൈകിയില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതാനുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഉണ്ട്. അദ്ദേഹം ആത്മകഥ എഴുതട്ടെ. ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് ആത്മകഥ ലോകം മുഴുവൻ പോകട്ടെ. ഒരു പ്രശ്നം. പത്മകുമാർ ഉയർത്തിയ വെളിപ്പെടുത്തൽ വിവാദങ്ങളോടെല്ലാം ഐസക്കും രാജു അബ്രഹാമും പ്രതികരിച്ചില്ല. സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നതെന്നും കൂടുതൽ വ്യക്തതയോടെ വിവരങ്ങൾ പുറത്തുവരികയാണെങ്കിൽ അതും പാർട്ടി പരിശോധിക്കുമെന്നും രാജു അബ്രഹാം പറഞ്ഞു. അപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നവംബർ 20 അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ നേരത്തെ തന്നെ കടുത്ത നടപടിയെടുക്കാത്തതിൽ വീഴ്ചയുണ്ടെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.